എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അനാമിക പറയുന്നുണ്ട്, എനിക്ക് വിവാഹമോചനത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുമെന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, ഏതായാലും പെൺകുട്ടികൾ പറയുന്നത് കോടതി കേൾക്കാതിരിക്കില്ല. എനിക്ക് സാമ്പത്തികമില്ലായിരുന്നു എങ്കിൽ പോട്ടെ എന്ന് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു ദിവസം തന്നെ കോടികൾ ലാഭം കിട്ടുന്ന മൂർത്തിസ് ജ്വല്ലറിയിലെ കൊച്ചുമകനാണ് അനി. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു 2-3 കോടി അവർക്ക് നമുക്ക് തന്നാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ച നഷ്ടപരിഹാരം നമുക്ക് തരാതെ നമ്മൾ ഡിവോഴ്സ് അനുവദിക്കത്തില്ല. അത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ജോർജ് വക്കീൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തോളും, അതിലും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് അങ്ങ് പോകുന്നു. ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ രേവതി. പിന്നെ കാണിക്കുന്ന കനകയാണ്. ഇന്ന് കേസ് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടെൻഷനാണ്. കനക ഈ കാര്യം പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല, നവീനല്ലേ കേസ് വാദിക്കുന്നത്, അതുകൊണ്ട് കേസ് ജയിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ അതല്ല, നവീനും അനിയും കൂടി ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല. അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണ് എന്ന് നവീൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നവീൻ ഇവിടെ വന്ന് വിവാഹം ആലോചിച്ച കാര്യം ഈ സമയം കൊണ്ട് അനി അറിഞ്ഞു കാണും, അതുകൊണ്ട് അനി ഇനി പഴയ കാര്യങ്ങളൊന്നും നവീനോട് പറയാൻ നിൽക്കില്ല എന്ന് പറയുന്നു. അന്നേരവും കനക പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, പക്ഷേ ഇപ്പോഴും നന്ദു കല്യാണത്തിന് സമ്മതം മൂളിയിട്ടില്ല, അതും എൻ്റെ ഒരു ടെൻഷനാണ് എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നവീൻ വരുന്നു. നവീൻ മോൻ വന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കനകയ്ക്ക്. നവീൻ കയറി വന്ന് എന്തെങ്കിലും, എന്താ മോനെ ഇന്ന് കോടതി പോകുന്നില്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, എനിക്ക് കോടതിയിലേക്ക് പോകണം, പിന്നെ ഞാൻ ഇന്ന് കേസ് വാദിക്കുമ്പം കേസിൽ ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. ഈ കേസിൽ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് നന്ദു, അതുകൊണ്ട് നന്ദുവിനെ കൂടി കൂടെ കൂട്ടാമെന്ന് കരുതി ഞാൻ വാദിക്കുന്നതും ഞാൻ ആ കോടതിയിലെടുക്കുന്ന നിലപാടുകളൊക്കെ അവർക്ക് അറിയാലോ. നന്ദുവിനെ പോലെ തന്നെ എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, ആ സംശയം ഇന്നത്തോടു കൂടി തീർക്കാം, രണ്ടുപേരും കോടതിയിലുണ്ടെങ്കിൽ ആ ഒരു സംശയം അപ്പം തന്നെ മാറിക്കോളൂല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നന്ദുവിനെ കൂടെ കൂട്ടാം എന്ന് കരുതി എന്ന് പറയും. അന്നേരം നന്ദു അവിടെ വന്ന് നിൽപ്പണ്ടേ, നന്ദു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം ഗോവിന്ദൻ പറയുവാണ്, നവീൻ മോൻ വന്ന് വിളിച്ചതല്ലേ, മോള് പൊയ്ക്കോ എന്ന്. നന്ദു റെഡിയാകാനായി അകത്തേക്ക് പോയി കഴിയുമ്പം കനക ചോദിക്കുന്നുണ്ട്, നവീൻ ഇടയ്ക്ക് അനിയെ കാണാറുണ്ടോ എന്ന്. അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പിന്നെ അവനോടാണ് ഞാൻ നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞത്, അവൻ എന്തുകൊണ്ടോ അത് നന്ദുവിനോട് പറഞ്ഞില്ല, അതിൻ്റെ ചെറിയൊരു ദേഷ്യം എനിക്ക് മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷേ അത് ഞാൻ കോടതിയിൽ കാണിക്കില്ല കേട്ടോ എന്നും നവീൻ പറയുന്നുണ്ട്. അന്നേരം രണ്ടിൻ്റെ മുഖം ഇങ്ങനെ വലിച്ചിരിക്കുക. അങ്ങനെ നവീൻ നന്ദുവിനെയും കൂട്ടിയാണ് കോടതിയിലേക്ക് പോരുന്നത്. ഈ സമയം ജോർജ് വക്കീലും അനാമികയും വേണുവും കൂടി കോടതി വളപ്പിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങൾക്കും ഡിവോഴ്സിന് താല്പര്യമാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിലേ കോടതിയിൽ സംസാരിക്കുകയുള്ളൂ, എങ്കിലും നമുക്ക് കോമ്പൻസേഷൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വക്കീൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനാമിക വക്കീലിനോട് പറയുന്നുണ്ട്, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നവീൻ വക്കീൽ ഇന്ന് ഡിവോഴ്സ് നേടിക്കൊടുക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ നവീൻ വക്കീൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അനിയും തമ്മിൽ ഇഷ്ടമാണ്, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അനി വരുന്നു. അന്നേരം അനാമിക ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നവൻ വരുന്നുണ്ട് എന്ന് പറയുവാണ്. അനി ഏതായാലും വണ്ടി വെച്ച് ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നതേക്കും വേണു പറയുന്നുണ്ട്, നീ ഡിവോഴ്സിന് വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുമല്ലേ, ജോർജ് സാറിൻ്റെ കയ്യിൽ കൊട്ടക്കണക്കിന് ഡിവോഴ്സ് ഉണ്ട്, നീ വേണം മേടിച്ചോ എന്ന്. അന്നേരം കൊട്ടയിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഡിവോഴ്സ്, അത് നിങ്ങൾ മേടിച്ചാൽ മതി, ഞാൻ അകത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറയുന്നുണ്ട് അനി. അന്നേരം വക്കീൽ അനിയോട് ചോദിക്കും, നിങ്ങൾ അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ, നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നല്ലോ, ഇവർ ചോദിക്കുന്ന കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇവൾക്ക് 10 പൈസ കൊടുക്കത്തില്ല, അത് ഞാനും മുത്തശ്ശനും ഒക്കെ തീരുമാനിച്ച കാര്യമാണ് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, അത് നമുക്ക് അകത്ത് കയറുമ്പം കാണാമെന്ന്. അന്നേരം അനി പറയും, അതേ പെൺകുട്ടികളുടെ ഭാഗം മാത്രം നോക്കുന്ന കോടതിയുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പം കോടതിക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന്. അന്നേരം വേണു ചോദിക്കും, നിൻ്റെ മുത്തശ്ശൻ ജ്വല്ലറി അല്ലേ നടത്തുന്നത്, കോടതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അകത്ത് കയറുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇടയ്ക്കൊക്കെ ഒന്ന് പത്രം വായിച്ചാൽ മതിയെന്നും പറയുന്നുണ്ട്. എങ്കിൽ ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് വേണു പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ നവീനും നന്ദുവും കൂടെ വന്നിറങ്ങുന്നു. അന്നേരം അവൾ അവൻ്റെ കൂടെയാണല്ലോ വരുന്നത്, വക്കീലിൻ്റെ കൂടെയാണല്ലോ വരുന്നത്, അതെ ഞങ്ങൾ അകത്തേക്ക് പോവാണ്, ഇതിനിടയ്ക്ക് കുറച്ച് സമയം
ജാമ്യം കിട്ടുമല്ലോ, അന്നേരം നിങ്ങളിൽ ആരാണ് അവളെ കെട്ടേണ്ടതെന്ന് നിങ്ങളങ്ങ് തീരുമാനം എടുക്കുക, അത് നല്ലതാ എന്ന് പറഞ്ഞിട്ടാണ് വേണുവും അനാമികയും വക്കീലും കൂടെ അകത്തോട്ട് പോകുന്നത്. അവരിങ്ങ് പോയി കഴിയുമ്പോഴേക്കും നവീനും നന്ദുവും കൂടെ ഇറങ്ങി വരും. അന്നേരം നവീൻ ചോദിക്കും അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഡിവോഴ്സ് തരില്ല എന്ന് തന്നെ അവർ സംസാരിച്ചത് എന്ന് പറയും. അന്നേരം അത് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, നമ്മളല്ലേ, കോടതിയല്ലേ, അത് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അന്നേരം ഇവിടുന്ന് കിട്ടിയതാണ് എന്ന് അനി നവീനോട് ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട് ഈ കേസിൻ്റെ കാര്യത്തിൽ അവൾക്ക് ചില സംശയങ്ങൾ, ആ സംശയങ്ങളൊന്ന് തീർത്തു കൊടുക്കാം എന്ന് കരുതി ഞാൻ കൂടെ കൂട്ടിയതാണ്. ഞാൻ കോടതിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവളോട് കാണട്ടെ, ഏതായാലും നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്ത് പോയിരുന്ന് കഴിയുമ്പോഴേക്കും വാദമൊക്കെ തുടങ്ങുവാണ്. ആദ്യമേ അനാമികയുടെ വക്കീലിൻ്റെ പ്രകടനമാണ്. അങ്ങേര് അനാമികയോട് എങ്ങനെയാണ് അനിയെ പരിചയപ്പെട്ടത് എന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വിവാഹം ഭയങ്കര ആർഭാടമായിട്ട് അനന്തപുരിക്കാരുടെ ആ ഒരു സ്റ്റാറ്റസിന് ഒക്കുന്ന രീതിയിൽ തന്നെ വിവാഹം നടത്തി. ഇനിയിപ്പം വിവാഹമോചനം വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര കടത്തിലാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല, അതുകൊണ്ട് കോമ്പൻസേഷൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, ആ ഒരു അവസ്ഥയിലാണ്, ഒരു കല്യാണം നടത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്, അനിയേട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം വക്കീൽ ജഡ്ജിയോടായിട്ട് പറയുന്നുണ്ട് അനാമികയുടെ ബുദ്ധിമുട്ടുകൾ. ഒരു പെൺകുട്ടി വിവാഹമോചനം നേടിക്കഴിയുമ്പോൾ അവൾക്ക് ഇതുപോലെ കടമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റിയും, കോമ്പൻസേഷൻ കൊടുക്കാൻ ആസ്തിയില്ലാത്തവരല്ല അനന്തപുരിക്കാർ, എന്നിട്ടും മനഃപൂർവ്വം ഈ കുട്ടിയെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് അനിയോട് സംസാരിക്കണമെന്ന് പറയുന്നു. അനിയെ പിടിച്ചു നിർത്തി അനിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രേമിച്ച് നടന്നപ്പം അനാമികയെ വേണമായിരുന്നു, ഇപ്പോൾ ആ കുട്ടിക്ക് വിലയില്ലാണ്ടായി പോയി, അതിന് കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അവളുടെ ഇതിനു മുമ്പത്തെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് ഇതിനു മുമ്പ് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും അവളാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, എന്നെ ചതിച്ചാണ് അനാമികയും അച്ഛനും കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അവർ ആ വിവാഹം നടത്തിയെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനിയും പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വക്കീൽ വീണ്ടും അനാമികയ്ക്ക് കോമ്പൻസേഷൻ കിട്ടിയാൽ വിവാഹമോചനത്തിന് തയ്യാറാണ്, ഇഷ്ടമല്ലാത്ത ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ അനാമികയ്ക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി കഴിയുമ്പം ജഡ്ജി ചോദിക്കും നവീനോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഏതെങ്കിലും കക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. അനിയെ അല്ല അനാമികയാണെന്ന് പറയും. അങ്ങനെ അനാമികയെ കയറ്റി നിർത്തുന്നു. അനാമികയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അനാമികയോട് ചോദിക്കുന്നുണ്ട് അനിയുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സമാധാനം കൊടുക്കാതിരുന്നത് അനാമികയാണ്, അനാമികയുടെ ഇതിനു മുമ്പുള്ള ജീവിതം എന്തായിരുന്നു എന്ന് കോടതിയിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അന്ന് അനാമികയ്ക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ കിടക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം അതെല്ലാം ശരിയാണ് എന്ന് അനാമിക സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിക്കുന്ന സമയത്ത് അനാമിക നോർമലായിരുന്നു, അനിയുടെ കൂടെ ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും അവിടെ അനാമിക പിടിവിട്ട് പെരുമാറിയത് അനാമികയെ അനി സ്നേഹിച്ചില്ല, അതിൻ്റെ സങ്കടം കൊണ്ടായിരുന്നു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അന്നേരം നവീൻ ചോദിക്കുവാണ്, അനാമിക പറഞ്ഞു അനാമികയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടപ്പോഴാണ് മനസ്സിൻ്റെ നില തെറ്റിപ്പോയത് എന്നും, അതിന് ശേഷം വിവാഹം നടന്നു, നോർമലായതിനു ശേഷം പിന്നീട് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ജീവിതത്തിൽ വേറെ ആരെയും സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അന്നേരം ഇല്ല എന്ന് അനാമിക പറയും. അപ്പം നവീൻ ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെബിൻ ആരാണ് എന്ന്. അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ കഥ തീരുന്നത്.